വേലായുധൻ പണിക്കശ്ശേരി എന്ന ചരിത്രകാരൻ എഴുതിത്തീർത്ത പുസ്തകങ്ങളാണ് ഇവയെല്ലാം. തൻ്റെ 60 വർഷം നീണ്ട സർഗസബരിക്കിടയിൽ ചരിത്രം, ജീവചരിത്രം, ഫോക്ക്ലോർ, ബാലസാഹിത്യം എന്നീ വിഭാഗങ്ങളിലായി ഇദ്ദേഹം 60ഓളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. 2024 ഫെബ്രുവരിയിൽ വേലായുധൻ പണിക്കശ്ശേരിക്ക് 90 വയസ്സ് ആവുകയാണ്. അവധിയിലേക്ക് കിടക്കുന്ന വേലായുധൻ പണിക്കശ്ശേരിക്ക് സ്വാഗതം. കേരളം 15ഉം 16ഉം നൂറ്റാണ്ടുകളിൽ, കേരളം 600 കൊല്ലം മുൻപ് എന്നീ പുസ്തകങ്ങളെല്ലാം ഇപ്പോഴും ചരിത്രം പഠിക്കുന്ന ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ആധികാരിക റഫറൻസ് ഗ്രന്ഥങ്ങളാണ്. എങ്ങനെയാണ് ഇത്രയും ആഴത്തിൽ പ്രാചീന കേരളത്തെക്കുറിച്ച് ഒരു രചന നടത്താൻ കഴിഞ്ഞത്? ഒന്ന് വിശദീകരിക്കാമോ? വിശദമായ പഠനം തന്നെയാണ് എൻ്റെ മുന്നിലുള്ളത്. ഞാൻ ജോലി ചെയ്തിരുന്നത് ലൈബ്രറിയിലാണ്. ലൈബ്രറിയിൽ വെച്ചാൽ അതിന് പിയൂണുണ്ട്, പുസ്തകം ഇഷ്യൂ ചെയ്താണ് പ്രധാന ജോലികൾ. അപ്പം എനിക്ക് അവിടെ ചെന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അവിടുത്തെ ജോലികളൊന്നും ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. എല്ലാം ആ പിഴു ചെയ്തോളൂ. പുസ്തകം ഇഷ്യൂ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ വെച്ചിട്ട് ആണ് ഈ പഠനങ്ങൾ, റഫറൻസ് പുസ്തകങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോകും. അത് വായിച്ച് നോട്ടെടുക്കലും എഴുതലുമൊക്കെ അവിടെയാണ്. പിന്നീട് രാത്രിയിൽ കാലത്ത് 9 മണി തൊട്ട് 6 മണി വരെ ലൈബ്രറിയിലും, വന്നാൽ വീട്ടിലും 12 മണി വരെ എങ്കിലും ഞാൻ ജോലി ചെയ്യും. കാര്യങ്ങൾ റഫറൻസ് പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു വയ്ക്കുക വീട്ടിലാണ്. അതിൻ്റെ കുറിപ്പുകളൊക്കെ എടുത്തിട്ടാണ് അവിടെ വെച്ചിട്ട് അസൽ എഴുതുന്നത് ലൈബ്രറിയിൽ വെച്ചിട്ട്. ലൈബ്രറിയൻ എന്ന ജോലിയും താങ്കളെ എഴുത്തിനേറെ സഹായിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അതേപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ പറഞ്ഞല്ലോ, ലൈബ്രറിയൻ എന്ന് വെച്ചാൽ യാതൊരു ലൈബ്രറിയൻ്റെ ജോലിയും ഞാൻ ചെയ്തിരുന്നില്ല. അതൊക്കെ പിയൂൺ ചെയ്യും. പുസ്തകങ്ങൾ ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ് പ്രധാന ജോലി. അത് സ്റ്റാഫ്, പിയൂൺ അതൊക്കെ ചെയ്തുള്ളൂ. ഞാൻ ഒരു ഭാഗത്ത് ഒഴിഞ്ഞിരുന്ന് വായനയും പഠനവുമായി അവിടെ നടത്തി. പിന്നെ ലൈബ്രറിയിലായതുകൊണ്ട് ഒരു ശല്യവും ഉണ്ടാവില്ല. നിശബ്ദ വായനയാണല്ലോ എല്ലാവരും നടത്തുക. കേരള ചരിത്ര പഠനങ്ങൾ, സഞ്ചാരികളും ചരിത്രകാരന്മാരും 1-ാം ഭാഗം എന്നിവ പ്രീ ഡിഗ്രിക്ക് ടെക്സ്റ്റ് ബുക്കുകളായിരുന്നു. ടെക്സ്റ്റ് ബുക്കുകളാകുമ്പോൾ കൂടുതൽ വായിക്കപ്പെടും എന്നതിനപ്പുറം എന്ത് ഗുണമാണ് എഴുത്തുകാരനുള്ളത്? കൂടുതൽ കോപ്പികൾ വിട്ടു പോകുമ്പോൾ കൂടുതൽ റോയൽറ്റി കിട്ടുമല്ലോ. അതാണ് ഏറ്റവും പ്രധാനം. ഞാൻ അത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം വഴിയാണ് ആ പുസ്തകങ്ങൾ ആദ്യം പ്രസിദ്ധീകരിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ പുസ്തകത്തിൻ്റെ വിലയിലെ 40% നമുക്ക് കിട്ടും. പിന്നീടാണ് DC ബുക്സിന് കൊടുത്തത്. ആദ്യം DC ബുക്സിൽ DC കിടക്കിയെന്ന് പറയും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ മാനേജരായിരുന്നു. പിന്നീട് അദ്ദേഹം വിട്ട് DC ബുക്സ് കയറി തുടങ്ങി. അപ്പോൾ അദ്ദേഹം എനിക്ക് എഴുതി ഇനിയുള്ള പുസ്തകങ്ങൾ എനിക്ക് തരണം. അങ്ങനെയാണ് പിന്നീടുള്ള എല്ലാ പുസ്തകങ്ങളും DC ബുക്സിന് കൊടുത്തത്. അത് ശരിക്ക് റോയൽറ്റി അടച്ചു തരും. എഴുത്തുകാരൻ എപ്പോഴും പ്രചോദനങ്ങൾ ആവശ്യമാണ്. പണ്ടുകാലത്ത് തൃശ്ശൂർ കറണ്ട് ബുക്സിൽ
മഹാരഥന്മാരായ ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്റർ മുതൽ പലരും സായാഹ്നങ്ങളിൽ വന്നിരുന്ന് വിശദമായ ചർച്ചകൾ ഉണ്ടാകാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ആ ചർച്ചകളിലെല്ലാം പങ്കെടുക്കാൻ താങ്കൾ ഇവിടെ നിന്ന് ബസ് കയറി തൃശ്ശൂരിലേക്ക് പോകാറുണ്ട് എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കും. ഇത്തരം സദസ്സുകൾ എങ്ങനെയാണ് താങ്കൾക്ക് പ്രചോദനമായത്? ലൈബ്രറിയിൽ തിങ്കളും വെള്ളിയും ഹോളിഡേയാണ്. ആ ദിവസങ്ങളിൽ ഞാൻ തൃശ്ശൂർ കാലത്ത് പോകും. കാലത്ത് പോയ ആദ്യം സാഹിത്യ അക്കാദമിയിലാണ് പോകുന്നത്. അവിടുത്തെ റെഫറൻസ് പുസ്തകങ്ങൾ എടുത്ത് നോട്ടുകൾ എടുക്കും. ഉച്ചതിരിഞ്ഞ് 4 മണിയോട് കൂടിയിട്ട് കറണ്ട് ബുക്സിലേക്ക് വരും. അപ്പോൾ മുണ്ടശ്ശേരി നിന്ന് പുറത്തൊരു കസാലയിട്ടിരിക്കും. അപ്പോൾ MR ചന്ദ്രശേഖരൻ തുടങ്ങി വി അരവിന്ദാക്ഷൻ തുടങ്ങിയവരൊക്കെ അപ്പോഴേക്കും വന്നിട്ടുണ്ടാകും. അങ്ങനെ മൂപ്പരുടെ നേതൃത്വത്തിലാണ് ചർച്ചകൾ ഉണ്ടാകുക. അതിൽ ഒരു 6 മണി വരെ എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. തിരിച്ചു പോരണമല്ലോ. ഇവിടെ വന്നാൽ നേരം വഴിയല്ല അമ്മ കാത്തിരിക്കുന്നുണ്ടാവും റേത്ത്. അതുകൊണ്ട് 6 മണി വരെയുള്ള സമയം ഞാൻ ചെലവഴിക്കാറുണ്ട്. അന്ന് മുണ്ടശ്ശേരി മാസ്റ്റർ എന്താണ് പറയുക? അല്ല, എന്തൊക്കെയായിരുന്നു പൊതുവായ വിഷയങ്ങൾ? സമകാലിക പ്രശ്നങ്ങളാണ് പറയാം. എന്നിട്ട് പിന്നെ ഇവരൊക്കെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. MR ചന്ദ്രശേഖരൻ, വി അരവിന്ദാക്ഷൻ തുടങ്ങി പലരും ഉണ്ടാവും. അക്കിത്തം ഉണ്ടാവും. അക്കിത്തം കുറേ നാള് തൃശ്ശൂർ ആകാശവാണിയിലായിരുന്നു. അപ്പോൾ അക്കിത്തം ഉച്ചരിക്കെത്തും. അങ്ങനെ തമാശ പലതൊക്കെ ആയിട്ടാണ്. താങ്കൾ ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ ജീവചരിത്രം എഴുതിയല്ലോ. ഈ പുസ്തകമാണ് സംവിധായകൻ വിനയന് 19ാം നൂറ്റാണ്ട് എന്ന സിനിമയ്ക്ക് പ്രചോദനമായത് എന്ന് കേട്ടിട്ടുണ്ട്. ഇത് വിനയൻ ഏതെങ്കിലും തരത്തിൽ താങ്കൾക്ക് ക്രെഡിറ്റ് തന്നിട്ടുണ്ടോ? അതാണ് തമാശ. ഈ പുസ്തകം ഇറങ്ങിയ സമയത്ത്, ഇതിപ്പോൾ സിനിമ ഇറങ്ങിയതിനേക്കാൾ 5 കൊല്ലം മുമ്പാണ് പുസ്തകം ഇറങ്ങിയിട്ടുള്ളത്. അന്ന് DC ബുക്സിൽ ചെന്നപ്പോൾ ഈ പുസ്തകം എടുത്ത് നോക്കിയിട്ട്, ഇത് സിനിമയ്ക്ക് പറ്റിയ ഒരു മാറ്ററാണല്ലോ എന്ന് ഇവർ പറഞ്ഞു. അപ്പോൾ അത് പബ്ലിക്കേഷൻ മാനേജർ അരവിന്ദൻ എനിക്ക് വിളിച്ച് പറഞ്ഞു, തൻ്റെ ഒരു പുസ്തകം സിനിമയാവട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ അത് പറഞ്ഞിട്ട് 4-5 കൊല്ലങ്ങൾക്ക് ശേഷമാണ് സിനിമ വന്നത്. ആ സമയത്ത് എന്നെക്കുറിച്ചൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. സിനിമയിൽ ഏതെങ്കിലും തരത്തിൽ ക്രെഡിറ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ നമുക്ക് അതിനെപ്പറ്റി കേസിൽ പോകാനോ മറ്റൊന്നും താല്പര്യമില്ല. വിനയന്റെ ആ സിനിമ കണ്ടിരുന്നോ? കണ്ടിട്ട് അതിൽ ആ ചരിത്രവുമായി കൂറു പുലർത്തുന്ന സിനിമയാണോ അതോ അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. മഞ്ഞേലിയൊക്കെ കൂട്ടി കലർത്തിയിട്ട് കുറെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് പിന്നെ സിനിമക്കാർക്ക് അതന്നെ ആവശ്യം. ചരിത്രം അവതരിപ്പിക്കാനല്ലല്ലോ, അനുവാചകരെ തൃപ്തിപ്പെടുത്താനുള്ള എല്ലാ അതിലുണ്ട്. വിനയന്റെ സിനിമ താങ്കളുടെ ചരിത്ര പുസ്തകത്തോട് കൂറു പുലർത്തിയിട്ടുണ്ടോ അതോ ആ ചരിത്ര പുസ്തകത്തിൽ നിന്ന് മാറിയ കഥയാണോ പറഞ്ഞിട്ടുള്ളത്? കുറച്ച് വ്യതിചലിച്ചിട്ടുണ്ട് മാത്രം. അത് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള വ്യതിചലനമാണ്. എന്താണ് ആ വ്യതിചലനം? വ്യതിചലനം വെച്ചാല് അതിൽ കുറെ സ്റ്റണ്ടുകൾ കൊണ്ടുവരാനൊക്കെ, അതൊക്കെയാണ് അതിലുള്ള വ്യതിചലനങ്ങൾ. മഞ്ഞേലിനെ കൊണ്ടൊക്കെ പടം വെട്ടിക്കലൊക്കെ ഉണ്ട്. അതിൽ കുറെ സ്റ്റണ്ട് കാണിക്കുന്നുണ്ട്. മഞ്ഞേലിയും ആറാട്ടുപുഴ വേലായുധപ്പണിക്കരും ഒരേ കാലത്ത് അല്ല, കുറെ വ്യത്യാസത്തിലാണ് ശരിക്കും ജീവിച്ചിരുന്നത്. ഇതൊക്കെ കൂട്ടിക്കുളത്തി ഒന്നിച്ചാക്കിയിട്ടുണ്ട്. പല ചരിത്രകാലത്ത് ജീവിച്ചിരുന്ന 2 വ്യക്തികളെ ഒരു ചരിത്രത്തിന്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ചരിത്രപരമായ
പെശക് തന്നെയാണ്. ചരിത്രപരമായിട്ട് വിശക്കാണ്, പക്ഷെ സിനിമയ്ക്ക് അത് ആവശ്യമാണ്. അതിൽ നങ്ങേലി എന്തോ മുല മുറിച്ചു കൊടുക്കുന്നതും അതെല്ലാം ചരിത്രത്തിലുള്ളതാണ്. അതുണ്ട്. എന്താ വെച്ചാൽ അത് മുലപ്പണം എന്ന് പറഞ്ഞിട്ട് ഒരു നികുതി ഉണ്ടായിരുന്നു തിരുവിതാംകൂറിൽ. അത് പ്രസവിച്ച് ഇത്ര ദിവസം കഴിയുമ്പോൾ മുലയുടെ അളവ് കൊടുത്തിട്ട് അതിനുള്ളൊരു നികുതി തിരുവിതാംകൂറിലുണ്ടായിരുന്നതാണ്. തിരുവിതാംകൂറിൽ ഉദ്യോഗസ്ഥന്മാർ അതിനുള്ളൊരു നികുതി വെക്കും. അത് കെട്ടിവെച്ചാൽ പിന്നീട് മുല കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് അന്നത്തെ നിയമം. അങ്ങനെ നങ്ങേലിയുടെ വീട്ടിൽ നങ്ങേലി പ്രസവിച്ചപ്പോൾ ഭർത്താവ് ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്. അങ്ങനെ വെപ്പണം പിരിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാർ വന്നു. അപ്പം നങ്ങേലി പറഞ്ഞു, നിൽക്ക് തമ്പ്രാക്കളെ എന്നിട്ട് ഒരു കളം വരച്ച് അതിലൊരു ഇല കൊണ്ട് വെച്ചു. ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അകത്ത് പോയിട്ട് വരുമ്പോൾ അരിവാള് ആയിട്ട് വന്നത്. പിന്നെ അന്നത്തെ സ്ത്രീകൾക്ക് മറയ്ക്കേണ്ട ഒന്നുമില്ലല്ലോ. അത് പിന്നീട് വെച്ച് വന്നിട്ട് നിങ്ങൾക്ക് മുലപ്പണമല്ല മുല തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഒരു മുല അരിഞ്ഞ് കയ്യിൽ വെച്ചു. അങ്ങനെ മറന്നു വീണ് മരിച്ചു എന്നാണ് കഥ ചരിത്രമായിട്ട് ഉള്ളത്.